പറഞ്ഞതേ ഇല്ല. പ്രിപ്പയർഡ് ആയിരുന്നല്ലേ? ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി വന്ന ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വേഷവും മുടിയും എല്ലാം വേറെ ആയിരുന്നല്ലോ. ഞാൻ പറയാതിരിക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടോ? ഇങ്ങനെയാണോ എല്ലാ രാത്രിയും ഗുഡ് നൈറ്റ് പറയാൻ വിളിക്കാറ്? അല്ല അല്ല അല്ല. അപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു നുണ പറയാൻ തോന്നിയത് കോയിൻസിഡൻസ് ആയല്ലേ? വിശ്വസിച്ചിരിക്കുന്നു കണ്ണടച്ച്. ഇനി എന്തൊക്കെയുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാതെ വെച്ചിരിക്കുന്നത്? പേടിയാ എനിക്കെന്നിട്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴല്ലോ? എനിക്ക് ശ്വാസം വിടണം ഗോവിന്ദ്. പേടിക്കാതെ ശ്വാസം വിടണം എനിക്ക്. അതിന് ഞാനാണോ തടസ്സം? അതെ, നീയാണ് തടസ്സം. എനിക്ക് എന്നെ പോലെ ആവണം ഗോവിന്ദ്, ഇനിയെങ്കിലും. നിനക്ക് വേണ്ട എന്നെ പോലെ അല്ല, എനിക്ക് വേണ്ട എന്നെ പോലെ. ആ എന്നെ കൂടെ ഇഷ്ടപ്പെടാമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. ആ എന്നെ എന്ന് പറയുമ്പോ അതിൽ എന്റെ സ്ഥാനം എവിടാന്നുള്ള എനിക്കറിയണം. പാതിരവരെ തോന്നിരുത്തൊക്കെ നടന്നിട്ടും ഉറങ്ങി എന്നുള്ള കള്ള മെസ്സേജ് ഇനി ഞാൻ പ്രതീക്ഷിക്കണോ? ജോബ് ഇന്റർവ്യൂ ഒന്ന് ഇവിടെ വെച്ചായിരുന്നു. ജോലി ഏതാണ്ട് കൺഫേം ആയി. നമ്മൾ അടുത്ത മാസം റിയാദിലേക്ക് പോകുന്നു. എനിക്ക് ഇനി ഇവിടെ 2 മാസം കൂടെ ബാക്കിയുണ്ട്. അത് പറ്റില്ലെന്നാ ഞാൻ പറയുന്നത്. അത് നീ പറയുന്നത്. എന്റെ കോഴ്സിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ നീ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. വേണം, ചിലപ്പോഴെങ്കിലും. കോഴ്സ് തീരണ്ടെന്ന് തോന്നുന്നു. മാറി മാറി കൂടെ കിടക്കാൻ ഇങ്ങനെ തൊലി വെളുപ്പുള്ള ആണുങ്ങളെ കിട്ടുമ്പോ. Get lost. Get lost from my life.